വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം നമ്മളിന്നിവിടെ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ഹാർഡ് കോർ ചാലഞ്ചാണ് ഇവിടെ നടത്തുന്നത്. അതായത് ഡൗൺലോഡ് ചെയ്തിട്ട് ചാകാതെ കളിക്കുക, അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വോയിസ് ഇടുന്നത്. അപ്പം അതിൻ്റെ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ശ്രമിക്കണം. ഫസ്റ്റ് നമ്മൾ വലിയൊക്കെ കണ്ടിട്ടൊക്കെ ചെയ്യാൻ നോക്കുക. അതായത് സോംബീസ് ടൈമിൽ രാത്രിക്കുള്ളിൽ സ്റ്റാർട്ട് ഫ്രം സ്റ്റാച്ച് നമ്മൾ കളിക്കുന്നത്. മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിക്ക് മുമ്പ് ഏതെങ്കിലും കുറേ മണ്ണ് കൂട്ടിയിട്ട് കൂനകൾ കൂട്ടി എന്തെങ്കിലും സേഫായിട്ട് റൂം കൂടെയൊന്ന് പണിയാം. ഫസ്റ്റ് നമ്മളതാ ചെയ്യേണ്ടത്. കാരണം രാത്രിയാകുമ്പോൾ ഈ കുറേ സോംബിയും സ്കെൽട്ടനും എല്ലാം വന്നിട്ട് നമ്മളെ അടിക്കാൻ തുടങ്ങും. അത് ഭയങ്കര ടാസ്ക്കാണ്. അതിന് കുറേ മണ്ണിങ്ങനെ വെട്ടി വെട്ടി മണ്ണ് വെട്ടുക, മരം വെട്ടുക. അങ്ങനെ നമ്മൾ മരമെല്ലാം വെട്ടി കഴിഞ്ഞിട്ട് നല്ലൊരു സ്ഥലം നോക്കാം. വീട് വെളിയിൽ ചെറിയൊരു റൂട്ട് പോലെ ഷെൽട്ടർ പോലെ എന്തെങ്കിലും പറ്റിയിട്ട് നമ്മൾ നോക്കാം. പറ്റാൻ തോന്നുന്നുണ്ട്. നമ്മൾ ക്രിയേറ്റീവ് മോഡ് പോലെ ഇങ്ങനെ ചാടിപ്പറന്ന് സെന്റിമീറ്റർ കിട്ടും. മാക്സിമം മണ്ണ് ഇട്ടുക, മൊത്തത്തിൽ മണ്ണെടുക്കുക, ഇടുക. സാൻഡ് വെച്ചാൽ മേളിൽ ഇങ്ങനെ നിൽക്കുക, അത് താഴെ ഇതുകൊണ്ട് അളവൊക്കെ തെറ്റിച്ചിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ നോട്ടിഫിക്കേഷൻ പോലെ വരും. കാരണം നമ്മൾ സർവൈവൽ ക്രിയേറ്റീവ് മോഡ് ഇത്ര നേരം കളിച്ചിട്ട് സർവൈവൽ മോഡ് കയറി വരുമ്പോഴത്തേക്കും ഫസ്റ്റ് പോലെ ഓരോ അച്ചീവ്മെൻറ്റ്, ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ അച്ചീവ്മെൻറ്റ് കിട്ടും. ക്രിയേറ്റീവ് മോഡ് കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നമുക്ക് മടുക്കും. കാരണം അൺലിമിറ്റഡ് റിസോഴ്സും കാര്യങ്ങളൊക്കെ വരും. അതേസമയം നമ്മൾ സർവൈവൽ മോഡ് കളിക്കുമ്പോൾ ഗെയിമിന് ത്രില്ലൊക്കെ തോന്നും, ചാകാണ്ട് പിടിച്ചിരിക്കണം. കാരണം ഹാർഡ് കോർ ചാലഞ്ച് ഉണ്ട്, ചത്ത് കഴിഞ്ഞാൽ ഒറ്റ ലൈഫ്, ചത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെസ്പോൺ ആകത്തില്ല. പക്ഷെ ആ മോഡ് ഓണാക്കി കഴിഞ്ഞാൽ ചത്ത് കഴിഞ്ഞാൽ പിന്നെ ചത്തതാണ്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഓണാക്കിയിട്ടില്ല. കാരണം ചത്ത് കഴിഞ്ഞാൽ പിന്നെ റീസ്പോൺ ആവും. പ്ലസ് നമ്മുടെ റിസോഴ്സസ് നമ്മൾ ഏതെങ്കിലും പോലെ കുഴിക്കാത്തോട് വീണ് കഴിഞ്ഞാൽ നമ്മളെ റിസോഴ്സ് അവിടെ കിടക്കും. അവസാനം വീട് പണിത് വന്നപ്പോഴത്തേക്കിനും വലുതായി ചെറുതായിട്ട് ഒരുമാതിരി രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന. പിന്നെ അടിയിനടിച്ച് മണ്ണെടുക്കാൻ വിചാരിച്ചു. ഇതിൽ കുറച്ച് കൂടുതൽ സ്പേസ് ഉണ്ടാക്കിയിട്ട് ഷെൽട്ടർ ക്ലിയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മരം വെട്ടി ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഷെൽട്ടറിൻ്റെ ഡോറും ഒരു ബെഡും മേക്ക് ചെയ്യണം നമുക്ക്.
അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതിന് കുറച്ച് ലോഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ലോഗിനെ നമ്മൾ ഓക്കിൻ്റെ ലോഗ് എടുത്തത്. അപ്പോൾ ഓക്ക് പ്ലാങ്ക് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. പ്ലാങ്ക് ആയിട്ട് എടുത്താലേ ക്രാഫ്റ്റ് ടേബിൾ നടക്കുള്ളൂ. ഈ ക്രാഫ്റ്റ് ടേബിൾ കിട്ടിയാലേ മൈൻക്രാഫ്റ്റിൽ 80% ക്രാഫ്റ്റിംഗ് കഴിഞ്ഞും ബാക്കിയുള്ള മേക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുള്ളൂ. ക്രാഫ്റ്റ് ടേബിൾ ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. ക്രാഫ്റ്റ് ടേബിൾ വന്നപ്പോൾ നമുക്ക് പ്ലാങ്ക് വെച്ചിട്ട് നമുക്ക് ഡോർ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ കിട്ടും. നമുക്ക് ഷെൽട്ടറിന് ഡോർ വേണം, അല്ലെങ്കിൽ സോംബിയും സ്കെൽട്ടനും എല്ലാം കൂടി നമുക്ക് അതിനകത്തോട്ട് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് 10 ബെഞ്ച് മേക്കിംഗ്, 10 ട്രേക്കിംഗ് ഇൻവെൻട്രി, അങ്ങനെ കുറേ ക്രെഡിറ്റ് വെച്ച് കിട്ടും. അതിങ്ങനെ പോയിൻ്റായിട്ട് ഇവിടെ ഇങ്ങനെ നടക്കും. ഡോറ് നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. അത് ഒരു പ്ലാങ്കിൽ നിന്ന് തന്നെ 50 പ്ലാങ്കിൽ നിന്ന് 3 ഡോറിന് കണക്ക്. 3 ഡോറ് കിട്ടിയിട്ടുണ്ട്. ആദ്യം വെച്ചപ്പോൾ തന്നെ തെറ്റിപ്പോയി. ക്രിയേറ്റീവ് മോഡിലാണ് ഇപ്പോൾ തൊട്ടാൽ തന്നെ പൊളിഞ്ഞു വരും. ഹെൽപ്പർ ചെയ്താൽ നമുക്ക് റെഡി. ഇനി നമുക്ക് കിടക്കാൻ ബെഡ് വേണം. അതിന് പൂളും പ്ലാങ്കും ഉണ്ടെങ്കിൽ നമുക്ക് ബെഡ് ഉണ്ട്. 3 പൂളാണ്. 3 പൂളിന് വേണ്ടിയിട്ട് മര്യാദ തന്നെ കൊല്ലാം. ഒരു പൂളിനെ കിട്ടിയിട്ടുണ്ട്. ധാരാളം രാത്രിക്ക് മുമ്പ് സെറ്റാക്കിയിട്ട് ബെഡ് സെറ്റാക്കിയില്ലെങ്കിലാണ് ഏറ്റവും വലിയ പോസ്റ്റ് കിട്ടാൻ പോകുന്നത്. കാരണം രാത്രി മൊത്തം ഷെൽട്ടറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വരും. വെളി ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ സെറ്റാക്കി കിട്ടുന്നുണ്ട്. നമ്മളവിടെ തീരും. ഷെൽട്ടറൊക്കെ വിട്ട് നമുക്ക് ബെഡ് മേക്ക് ചെയ്യാം. അതിലടഞ്ഞാണ് നടക്കണമെങ്കിൽ കവൻ തുപ്പണ കിടക്ക് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഉമ്മാരി ഈ പാറക്കടിയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ഒരു വലിയൊരു ഗുണാക്ക പോലത്തെ ഒരു ഇതുണ്ട് അടുത്ത്. അതിൻ്റെ അടിയിൽ ഉമ്മാരി ഇങ്ങനെ പെട്ട് കിടക്കും. സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ കുറേ ഹോബി കിടന്ന് ചാവും. അത്രയ്ക്ക് മുമ്പ് 3 അതിൽ വൂൾഫ് എന്ന് വരുന്നത് 3 പൂളെങ്കിലും കിട്ടിയാലേ ബെഡ് തരാത്തുള്ളൂ. അപ്പുറത്ത് വേറെ ഗെയിമിൽ തന്നെ കൊടുത്തിരിക്കുന്ന കുറേ വില്ലേജേഴ്സ് ഉണ്ട് അപ്പുറത്ത്. വില്ലേജേഴ്സിൻ്റെ ഒക്കെ നമുക്ക് പോയിട്ട് വില്ലേജേഴ്സിനെ തട്ടി അവിടെ കിടക്കാം. പക്ഷെ അങ്ങനെ അവർ കഷ്ടപ്പെട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിൻ്റെ ഒരു ത്രില്ലെന്ന് പോകും. രണ്ടാമത്തെ ഇരുട്ടി വരുന്നുണ്ട്. പെട്ടെന്ന് ഈ ആടേക്ക് വന്നിട്ട് 3 കൂടെടുക്കുക, ബെഡ് മേക്ക് ചെയ്യുക, കിടക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ രാത്രി മൊത്തം ബെഡ് കിട്ടിയില്ലെങ്കിലാണ് ഏറ്റവും പോസിറ്റീവ്. രാത്രി പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം എല്ലാം നമ്മുടെ വട്ടം കൂടി വളയും. വീട്ടാറായി ഈ ഓടുന്ന ഒരു കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീട്ടിൽ. ക്രിയേറ്റിവിറ്റിയാണ് ഒന്നും അറിയാണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പീസ്ഫുൾ മോഡ് കിട്ടാം. പീസ്ഫുൾ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആരും ഒന്നും ചെയ്യില്ല. ഇട്ട് കഴിഞ്ഞാൽ രസം കിട്ടില്ല. മൂന്ന് പ്ലാങ്ക് കൂടി വേണമെന്നാണ് പറയുന്നത്. പ്ലാങ്ക് ഉണ്ടാക്കണമെങ്കിൽ ലോഗ് എടുക്കണം. ലോഗ് പ്ലാങ്ക് ആക്കണം. ബെഡ് മേക്കാറായി. അങ്ങനെ ബെഡ് സെറ്റായി. അത്ര ഈ ഭാഗത്ത് കിടക്കാത്ത സെറ്റ്. സോംബീസ് മച്ചന്മാർ വന്നിട്ടുണ്ടോ നോക്കാം. എന്താ നിൽക്കുന്നത്? കാണിച്ചറിയാം മറി അടുത്ത പരിപാടി ഉണ്ടോ.
അവൻ കണ്ടവൻ നമ്മളെ കണ്ട് ഓക്കെ അച്ഛൻ നല്ല ഇടിയിട്ടുണ്ട് ഓടിക്കോ. അടുത്ത പോസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാരി ഷെൽട്ടറിന്റെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റിയല്ലോ. കറക്റ്റ് ഒരു റിയൽ ലൈഫ് മെത്തേഡ് പോലെയാണ്. നമ്മുടെ വീട്ടിന്റെ പുറത്ത് ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം തരിക. കൂടെ ഒക്കെ തന്നെ റെസ്പോൺ പോയിന്റ് സെറ്റ് യു മേ നോട്ട് മോൺസ്റ്റർ ന്യൂ ബൈ 5 മിനിറ്റ് കഴിഞ്ഞ് ഉമ്മാറെ ശല്യം പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കണം. ക്രിയേറ്റീവ് മോഡിൽ പിന്നെ ഫുഡും വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം പറ്റില്ല. പക്ഷെ ഇവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പട്ടിണിയുടെ ചത്തു പോകും. ഉമ്മാരിൻ്റെ അടുത്തൊന്നും മാറിയിട്ടില്ല, അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കിടക്കാൻ പറ്റാത്തത്. കുഴിച്ച് അടിയിൽ വലിയൊരു റൂം പോലെ എടുത്തിട്ട് സെറ്റപ്പും കാര്യങ്ങളും ചെയ്യാൻ നോക്കാം. ഒരു സ്ക്വയർ പോലെ പിടിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു റൂം അങ്ങോട്ട് പണിയാം. റൂമിലൊരു ഹാൾ പോലെ. അപ്പോൾ കുറച്ച് സ്പേസ് കിട്ടും. ഇത് എല്ലാം കൂടി തിങ്ങിയിരുന്ന് പക്ഷെ പേടിക്കണ്ട, ഇത് തൽക്കാലമായിട്ട് കിട്ടിയ ഷെൽഫാണ്. വലിയ നല്ലൊരു ഷെൽഫും കുറച്ച് സർവൈവൽ ഫാമും വലിയ പണി കളയാൻ. അവന്മാരിൻ്റെ അകത്ത് കൂടി അങ്ങനെ ചാടി വന്നിരുന്നെങ്കിൽ തീർന്നു. വേറെ ഐറ്റം ഉണ്ട് പൊട്ടിത്തെറിക്കും. അവനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഈ മൊത്തം നശിപ്പിച്ചാൽ ഈ ഷെൽഫും ശല്യം പോയി. അങ്ങനെ രാവിലെ ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം പറ്റില്ല. ഈ ഇവന്മാരൊക്കെ കത്തി നശിച്ചു നോക്കും സൂര്യപ്രകാശം കൊണ്ട്. അതുകൊണ്ട് രാവിലെ വരെ സർവൈവ് ചെയ്യാൻ ബെഡ് അത്യാവശ്യം. നമുക്കിപ്പോൾ ബെഡ് സെറ്റായില്ലായിരുന്നെങ്കിൽ ഉറക്കം ഒഴിച്ച് ഇങ്ങനെ ടൈമും വേസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോസ്റ്റ് അടിച്ചേക്കേണ്ടത്. എന്താ സംഭവം? ഊളാ? സാധാരണ ഊള് ഓണായിരുന്നു കണക്കുണ്ടല്ലോ. അടച്ചിടുക. പുറത്ത് നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ എന്തെങ്കിലും വേറെ സെറ്റപ്പ് ഒന്ന് നോക്കിയിട്ട് വരാം. അത്യാവശ്യം സെറ്റപ്പ് അവന്മാർ അവിടെ ചെയ്യുന്നുണ്ട്, ഫാമിങ്ങും കാര്യങ്ങളൊക്കെ. ബീസ് അടിപൊളിയായിരുന്നു. സർവൈവൽ ബീസ്, കുതിര, ഫാമിങ്, ബീറ്റ്റൂട്ട്, ഫാർമർ കൃഷി നടക്കുന്നു. ഒറ്ററ്റിങ്ങനെ ആയിരുന്നു.
മരങ്ങൾ വെച്ച് കുറച്ച് ആയുധങ്ങൾ നമുക്ക് റെഡിയാക്കാം. ഞാനല്ല നീ അല്ലേ പറഞ്ഞു. ഇത് ഒന്നും കുഴപ്പമില്ല. 2 കോവാലി, വാളും കൂടെ ഉണ്ടെങ്കിൽ സെറ്റായി. വാളിരിക്കട്ടെ. വാള് കിട്ടിയില്ലല്ലേ? വാളത് മുട്ട വിഴുങ്ങിയാൻ തോന്നുന്നു. മുട്ട കിട്ടിയത് വായിലോട്ടിട്ട് വിഴുങ്ങി. കുറെ അച്ചീവ്മെന്റ് കംപ്ലീറ്റ് ആകുന്നുണ്ടോ ഇത് കളിച്ചിട്ട്? ഫുഡ് സർവൈവൽ മോഡില് മെയിനായിട്ട് ഫുഡ് വേണം. ഇപ്പൊ തന്നെ ആൾക്ക് നമ്മുടെ ക്യാരക്ടറിന് സ്റ്റീവാണെന്നെ വിശക്കാൻ തുടങ്ങി. കോഴി എടുക്കണം. ഒറ്റ വെട്ടുന്ന കോഴിയെ കൊല്ലുക, മുട്ടയും കിട്ടും. മുട്ട പറ്റും. പശിയാകത്ത് വാളെടുത്ത് വെട്ടിക്കണേ. വാളെടുക്കാണ്ടാണ് തീരുമാനം വെട്ടിക്കൊണ്ടിരുന്നത്. പുതിയ റെസിപ്പി. ബീഫൊക്കെ പച്ചക്ക് കഴിക്കണം. ശരിക്കും പറഞ്ഞാൽ ബീഫൊക്കെ വേവിച്ചാണ് കഴിക്കേണ്ടത്. വേവിക്കാനായിട്ട് ഉള്ളതാണ് നമുക്ക് ഇതിന് ക്രിയേറ്റ് ചെയ്തെടുക്കണം. കുറച്ച് ഫുഡ് നമുക്ക് ശേഖരിച്ച് കണ്ണ് നിറച്ച്. പന്നിയൊക്കെ ഒറ്റ വെട്ടിനകത്ത് അല്ല ഇളം പന്നി. പോർക്ക് ആൾക്കാർക്കും കൊടുക്കും. ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വിശക്കുന്ന കാര്യം മറന്നു. സർവൈവൽ കളിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു റെഡി ഇത് കിട്ടുന്നത്. ടിപ്പറാ 15 കോയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ടിപ്പറിനുള്ള പേര് കിട്ടും. പഴയ ടിപ്പറാസ് ഇതിന് ഇങ്ങനെ കേട്ടാ ഓടാലി കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടി. കൈ കൊണ്ടൊക്കെ ഏത് കാലത്ത് തീരാനാ. ഇതാണ് ബ്രിഡ്ജ് ലോഗ്. കറക്റ്റ് മറ്റേ പറ്റുണ്ടി വരുന്നത് കറുപ്പും വെള്ളയും. വെള്ളത്തടിയിലെ കറുപ്പ് ഉണ്ട്. ബ്രിഡ്ജ് ലോഗ് റെസിപ്പി അൺലോക്ക്. സെക്യൂർ റെസിപ്പി. No.